ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സർ, കളക്ടർ മാഡം കാണാൻ വന്നിട്ടുണ്ട്. ശ്രീരഞ്ജിനി മാഡവും ഉണ്ട്. ആഹാ, നിന്നെ ഒന്ന് നുള്ളി നോവിക്കുന്നതിന് മുമ്പ് നെഞ്ചുപൊട്ടി അലറി കരയേണ്ടവരൊക്കെ എത്തിയല്ലോടാ. ഒരു ബീഡിയെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നൂടായിരുന്നു. അച്ഛനിപ്പോ തൽക്കാലം കഞ്ഞി ഒന്ന് കുടിക്കും. ഓ, അവളുടെ ഒരു കഞ്ഞി. വേഗം എടുക്കടി. എടുക്കല്ലേ? വിശന്നിട്ട് വയ്യ. ചാച്ചപ്പൻ. അപ്പൊ അവനാണിതിന്റെ പിന്നില്. ഞാനിവിടെ നിന്ന് ഇറങ്ങട്ടട ചാച്ചപ്പ. നിന്നെ പെരുമാറാൻ വേണ്ടി ക്യാമ്പിൽ നിന്ന് സ്പെഷ്യലായിട്ട് വരുത്തിയതാ ഇവരെ. ഇവരുടെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. തത്ത പറയും പോലെ സത്യങ്ങൾ പറയിപ്പിക്കൂടാ നിന്നെ കൊണ്ട്. അത്രയ്ക്ക് നീ ഇന്ന് അനുഭവിക്കൂടാ സത്യം പറഞ്ഞില്ലെങ്കിൽ. ഇതിനും വലിയ പെരുന്നാൾ വന്നിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ടില്ല. പിന്നല്ലേ ഈ കുരുത്തോല പെരുന്നാള്. നീ ആരടാ? നാട് പറപ്പിക്കുന്ന അധോലോക ഗുണ്ടയാ. നിന്റെ സകല തരിപ്പും മാറ്റിയെടുക്കാനായിട്ടാ ഇന്ന് ഞങ്ങൾ ഈ രാത്രി മാറ്റി വെച്ചിരിക്കുന്നത്. ഈ മുറിക്കുള്ളിൽ നിന്നും ഒരു ശബ്ദവും പുറത്തേക്ക് പോകില്ല. ജീവൻ പോകുന്ന രീതിയിൽ ഉച്ചത്തിൽ അലറിക്കരഞ്ഞാലും ഒരു കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കത്തില്ലടാ. സൗണ്ട് പ്രൂഫ് ആടാ ഇത്. എന്തായാലും അത് നന്നായി സാറേ. ആരുടെ ജീവൻ ആദ്യം ഇതിന്ന് പുറത്തേക്ക് പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ശബ്ദമില്ലാത്ത തന്നെയാ നല്ലത്. നക്ഷത്ര ചിഹ്നം കൂടുതലുള്ളവർക്ക് ഒരല്പം ശബ്ദം കൂടുതലായിരിക്കും. ആദ്യം അവന്റെ ലൈസൻസ് ഇല്ലാത്ത നാക്കാണ് സാർ തളർത്തേണ്ടത്. വിഡ്ഢിത്തം പറയാതെ സാറേ. നാവ് തളർത്തിയിട്ട നിങ്ങൾ ചോദിക്കുന്ന മണ്ടൻ ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെയാ മറുപടി പറയാ? വേലായുധനെ കുത്തി നീയല്ലടാ? അല്ല. നസീറിനെ കൊന്നു നീയല്ലടാ? അല്ല സാറേ. അല്ലേ? വേലായുധന് പിന്നെ എന്തിനാടാ നീ കാശ് കൊടുത്തത്? എന്റെ സാറേ, പലിശയ്ക്ക് പണം കൊടുക്കുന്നത് എന്റെ തൊഴിലല്ലേ? അപ്പൊ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? സാറേ, ഇവനെ ഇങ്ങനെയൊന്നും ചോദ്യം ചെയ്ത ഇവൻ സത്യം പറയില്ല. നമ്മുടെ സ്പെഷ്യൽ മുറകൾ എടുക്കണം. എങ്കിലിവൻ തുള്ളിക്കൊണ്ട് പറയും ചെയ്തതും ചെയ്യിച്ചതും എല്ലാം. അങ്ങനെയാണെങ്കിലേ DJ വല്ല വെക്കേണ്ടി വരും. എന്നെ തുള്ളിക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണം. അല്ലാതെ നീ തുള്ളൂടാ. അലറി കരഞ്ഞോണ്ട് തുള്ളും നീ. അമ്മാതിരി പണിയാ ഞങ്ങൾ നിന്റെ മുന്നിൽ എടുക്കാൻ പോകുന്നത്. ഇനി നീ ഇവിടുന്ന് ജീവനോടെ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയണോടാ. പറയടാ. പറയടാ. കണ്ടോ സാറേ, വേണ്ട രീതിയിൽ ചോദിക്കാൻ തുടങ്ങിയപ്പോ അവൻ വരുതി വരാൻ തുടങ്ങിയത്. സർ, കളക്ടർ മാഡം കാണാൻ വന്നിട്ടുണ്ട്. ശ്രീരഞ്ജിനി മാഡവും ഉണ്ട്. ആഹാ, നിന്നെ ഒന്ന് നുള്ളി നോവിക്കുന്നതിന് മുമ്പ് നെഞ്ചുപൊട്ടി അലറി കരയേണ്ടവരൊക്കെ എത്തിയല്ലോടാ. എന്തായാലും നിന്നെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടുപോകുന്ന പരിപാടി നടക്കില്ല. കാരണം ഇതിന്റെ ചാർജ് ഷീറ്റ് ആ ഒരു രീതിയിലാണ് ഞാൻ എഴുതി ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. വാടോ.
നസീർ കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കുന്ന സമയത്ത് വിഷ്ണുവും കുടുംബവും പൊന്മുടിയിലായിരുന്നു. അതിന് ഇവർ ആ സമയത്ത് കുട്ടികളെ അഡ്മിറ്റ് ആക്കിയ ഹോസ്പിറ്റലിലെ CCTVയിൽ കൃത്യസമയം അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അറിവിലേക്കായി അതെപ്പോ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാവുന്നതാണ്. വേലായുധം പറഞ്ഞ മൊഴിയില് വിഷ്ണു പണം കൊടുക്കാൻ കാരണം ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടാണെന്ന് പറയുന്നു. ആ കൊലപാതകം നസീറിന്റേതാകാൻ വഴിയില്ലേ? സർ, വേലായുധൻ 7-8 കേസിലെ പ്രതിയാണ്. കത്തിക്കുത്ത്, കള്ളസാക്ഷി പറച്ചിൽ എന്ന് വേണ്ട സകല തെമ്മാടിത്തരവും ചെയ്തിട്ടുള്ള ഒരുത്തം പറയുന്ന കാര്യങ്ങൾക്ക് കോടതി എന്ത് വില കൽപ്പിക്കാനാ? അയാളുടെ ബയോഡേറ്റ കണ്ട് അയാൾ തന്നെ ഞെട്ടുന്ന സാഹചര്യം ഉള്ളപ്പോ ആ വാക്കുകൾക്ക് എന്ത് സത്യസന്ധതയാ ഉള്ളത്? സർ, ഈ കേസ് കോടതിയിൽ നിലനിൽക്കില്ല. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തില് വിഷ്ണുവിനെ വിട്ടയക്കണം. വിഷ്ണുവിനെതിരെ മരണമൊഴി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് ഈ കേസുമായി മുന്നോട്ട് പോവുകയേ നിവൃത്തിയുള്ളൂ. നസീറിന്റെ മരണത്തിലേക്കുള്ള വഴിയാണ് ഈ കേസ്. ഈ വഴി വെട്ടിത്തെളിച്ച് ഞാൻ പോവുക തന്നെ ചെയ്യും. എങ്കിൽ മൊഴി റെക്കോർഡിക്കലാക്കണം. ഇവിടുന്ന് ജാമ്യം തരണ്ട, കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാലോ. പിന്നെ നാളെ വിഷ്ണുവേട്ടനെ കോടതിയിൽ ഹാജരാക്കുമ്പോ വിഷ്ണുവേട്ടന്റെ രൂപത്തിലോ ഭാവത്തിലോ മാറ്റവും വരരുത്. അതുകൊണ്ട് ഇപ്പൊ വിഷ്ണുവേട്ടനെ ഞങ്ങൾക്കൊന്ന് കാണണം. അതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലല്ലോ. മാത്രമല്ല, വക്കീല് തന്റെ കക്ഷിയെ കാണാൻ വരുമ്പോ സാധിക്കില്ല എന്ന് പറയാനും പറ്റില്ലല്ലോ. ഇവരെ വിഷ്ണുവിനെ കാണിക്ക്. സർ, മാഡം വരൂ. വിഷ്ണുട്ടാ, 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 എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വിഷ്ണുട്ടാ, ഇവരുപദ്രവിക്കോ മറ്റോ ചെയ്തോ? അർജുനേട്ടാ, വിഷ്ണുവേട്ടന്റെ ഒരു ഫോട്ടോ എടുക്കണം. നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോ ഈ രൂപത്തിലുള്ള വിഷ്ണുവേട്ടനെ തന്നെയാണോ ഇവരെത്തിക്കുന്നതെന്ന് അറിയില്ലല്ലോ.